Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ നിങ്ങളൊരു മറ്റുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ ക്വാളിറ്റീസ് എന്നുള്ളത് നോക്കാം. ഒന്നാമതായി, അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരെ പേരെടുത്ത് വിളിക്കുക അല്ലെങ്കിൽ അവരുടെ പേരെടുത്ത് ഓരോ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അങ്ങനെയാവുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ഒരു തോന്നലാണ് അവരിലേക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവരോടായിട്ടാണ് പറയുന്നത്. കൃത്യമായി ആരോടെങ്കിലും പറയുന്നു എന്നതിനേക്കാളും അവരോട് കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന രീതിയിൽ അവർക്ക് ഒരു തോന്നലുണ്ടാക്കും. മാത്രമല്ല, ഒരു ഗുഡ് ഫീൽ അവരിൽ ഇത് ഉണ്ടാക്കാൻ ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടം നേടണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേര് എടുത്ത് വിളിക്കുക അല്ലെങ്കിൽ പേരെടുത്ത് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, അവരെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒട്ടും ശരിയല്ലാത്ത രീതിയിൽ കോംപ്ലിമെന്റ് പറയണമല്ലോ എന്നൊക്കെ കരുതി എന്തെങ്കിലും എടുത്ത് പറയുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അട്രാക്റ്റീവായി തോന്നി അല്ലെങ്കിൽ അവർ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫൈഡ് ആയിട്ട് അവരോട് പറയുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അവർ അംഗീകാരം അർഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമതായി, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്, വിശ്വാസം. കാരണം ഒരു വ്യക്തിയോട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ അവരെ നമുക്ക് 100% വിശ്വസിക്കാം എന്നൊരു തോന്നല്, ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പല കാര്യങ്ങളും നമ്മൾ അവരോട് ഓപ്പൺ ആയിട്ട് പറയുന്നത്. സോ നിങ്ങളെ ഏത് വ്യക്തിയാണോ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കുറെ കൂടി നിങ്ങളുമായിട്ട് അടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയിൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ പലപ്പോഴും ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ അവരെ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ കരുതിക്കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ കള്ളങ്ങൾ പറയേണ്ടി വരിക അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ പിന്നീട് നെഗറ്റീവായി നിങ്ങളത് ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അവരുമായി ഇടപഴകുന്ന സമയത്ത് അവരുമായി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഗുഡ് മൂഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ഗ്ലൂമി ആയിരുന്നുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഒക്കെ ആലോചിച്ചുകൊണ്ട് സാഡ് ആയിരുന്നുകൊണ്ട് ഇങ്ങനെയാണ് അവരോടൊപ്പം എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുക. എപ്പോഴും വൈബ്രന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിൽ തന്നെ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരുമായി സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും അവർക്ക് നമ്മളോടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ കുറെ കൂടി ക്ലോസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഇന്ന വ്യക്തിയോടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി കുറെ കൂടി മനസ്സിലാക്കാനും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനും ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നത് ആ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്. സോ മുഖത്ത് നോക്കാതെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച്, അതിനൊരു മാറ്റം വരുത്തുക. കൃത്യമായ രീതിയിൽ, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇറിറ്റേഷൻ വരുന്ന രീതിയിലൊന്നും നോക്കി പഠിപ്പിക്കുന്ന രീതിയിലല്ല സംസാരിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ്, നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് അവർ സംസാരിക്കുന്ന സമയത്ത് ലിസൺ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നത്, അവരെ ഒന്നും പറയാൻ സമ്മതിക്കാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ അതൊരു ഹെൽത്തി ആയ കമ്മ്യൂണിക്കേഷൻ അല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇറിറ്റേഷനോ അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് അത് എത്തിക്കും. അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ സംസാരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടി സംസാരിക്കാൻ അനുവദിക്കണം. അവർ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായി ലിസൺ ചെയ്യുകയും വേണം. വെറുതെ ജസ്റ്റ് ഓക്കെ അവർ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എന്നിലേക്ക് കുറെ കൂടി എന്നെ ഇഷ്ടപ്പെടുത്തണം എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കരുത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അവർ പറയുന്ന കാര്യങ്ങളിൽ ലിസൺ ചെയ്യുക, അതായത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നീട് അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന സമയത്ത്
അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരിക്കില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ അതൊരു ഇഷ്ടക്കേടാണ് ഉണ്ടാക്കുക. സോ നിങ്ങൾ സംസാരിക്കുന്നു, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ലിസൺ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളും അത് ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ പ്രയോജനം ചെയ്യും. കാരണം എപ്പോഴും തമാശ രീതിയിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ഫണ്ണാക്കി ഒരു സിറ്റുവേഷനെ ഫണ്ണാക്കി നിലനിർത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു അട്രാക്ഷൻ പവർ ഉണ്ടായിരിക്കും. കാരണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ഓർത്തിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാനൊക്കെ എപ്പോഴും ഇൻട്രസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചു, അല്ലെങ്കിൽ നല്ല രസമായിരുന്നു എന്ന രീതിയിലൊക്കെ സംസാരിക്കും. സോ എപ്പോഴും നിങ്ങളെ ഓർത്തിരിക്കാനും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത ആ ഒരു മൊമെന്റ് കുറെ കൂടി മെമ്മറബിൾ ആകാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ വൺ, നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പേഴ്സൺ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്തു, ഒരു ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക, അതിന് താങ്ക് യു പറയുന്നതിന് മടി കാണിക്കരുത്. താങ്ക് യു പറയേണ്ട സിറ്റുവേഷനിൽ താങ്ക് യു പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതിനൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറ്റം പറയുക അല്ലെങ്കിൽ പരദൂഷണം പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. സോ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വ്യക്തിയുമായി ഇടപഴകുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ഇതിലേതെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്